ഞാൻ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പ്രീമിക്സ് വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റ് വിളക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ 5:30 ആയി. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല പനിയാണ് എനിക്കും മക്കൾക്കും. പനിയൊക്കെ മാറി ബാക്ക് ടു റൊട്ടീനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല പനി ഉണ്ടായിരുന്നു, കിടപ്പിലൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട്. നല്ല ക്ഷീണമുണ്ട് ഇപ്പോഴും. പക്ഷെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ വേഗം എണീറ്റ് എല്ലാം ആക്കുകയാണ്. അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ദോശമാവൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞ് കഷ്ണവും പരിപ്പും എല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പാർ കഷ്ണം എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും ഉള്ളിയും വഴറ്റി എടുക്കുന്നുണ്ട്. വഴണ്ട് വന്നതിന് ശേഷം ഞാൻ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പ്രീമിക്സ് ആട്ടോ. അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ എന്താ പറയുക, ഈ പ്രീമിക്സിൽ തന്നെ എരിവും എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രം മറ്റേതിൽ സാമ്പാർ കഷ്ണത്തിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം വഴറ്റിയിട്ട് ഈ സാമ്പാർ പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇതിലേക്ക് വേവിച്ച് വെച്ച് ഇതിലേക്ക് ഇട്ടുക. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കടുക് താളിച്ചൊഴിക്കുക. താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. ഈ കഷ്ണങ്ങൾ വേകുന്ന സമയം മാത്രമേ സമയം എടുക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഈ പ്രീമിക്സിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ വീഡിയോയിൽ ഇടാം. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. എന്താ പറയുക, പനി ആയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് വേഗം ഇന്നലെ തന്നെ ഇതെല്ലാം പെനഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ആൾ. അപ്പോൾ ഞാനതെല്ലാം ആക്കി വെച്ചിട്ട് തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പുതിന ഇല വലിക്കാൻ ഓടിയിട്ടോ. പനിയൊക്കെ നന്നായി മാറിയിട്ട് മക്കളൊന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് മുതലാണ് തുടങ്ങിയത്. ഇന്നും വ്യാഴാഴ്ച മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്താ പറയുക, നന്നായി മാറി പനിയൊക്കെ. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കിടപ്പിലായതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി. ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പനിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ. നമ്മുടെ അമ്മയോ ഏട്ടൻ്റെ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുമായിരുന്നു. ഇത് ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ച ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നെയ്യിട്ടിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ വഴറ്റി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ടൊമാറ്റോ ഒക്കെ അരച്ചിട്ടിട്ട് നമ്മൾ ടൊമാറ്റോ റൈസ് വെക്കില്ല അതുപോലെ ആക്കി അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അരി ഇട്ട് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് സമയമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മേലെ പോയി അയൺ ചെയ്തിട്ട് വന്നു മക്കളുടെ ഡ്രസ്സൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി. ദോശയും സാമ്പാറും കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റൈസും കൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത്, റെഡ് റൈസും കൊണ്ട്. കാരണം മക്കൾക്ക് നല്ല ചോറ് തിന്നാൻ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയൊക്കെ ആക്കിയിട്ട് ആ റൈസ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. വൈറ്റ് റൈസ് പരമാവധി ഞാൻ ഒഴിവാക്കാറുണ്ട്. ദോശയ്ക്കിടുകയാണെങ്കിലും ദോശയ്ക്ക് ഇഡലിക്കൊക്കെ കൂടുതൽ ഇടുന്നത് ബ്രൗൺ റൈസ് തന്നെയാണ്. വൈറ്റ് റൈസ് അതിൻ്റെ 1/4 ഭാഗം ഇടുള്ളൂ. അപ്പോൾ മോൻ കഴിക്കാൻ വന്നിട്ടുണ്ട്, അവൻ റെഡി ആയിട്ട്. സമയമായി. അതെല്ലാം കഴിഞ്ഞ് മോൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് മോന് കൊടുത്തു. അപ്പോഴത്തേനും മോൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു ഞാൻ ഓടിപ്പോയി പുറത്ത് പോയി നോക്കി. ചെരുപ്പ് പോലും ഇടാൻ സമയം കിട്ടിയില്ല. ഞാൻ വേഗം പുറത്ത് പോയി നോക്കി, അവൻ്റെ വണ്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ മോനായി അയച്ചിട്ട് ഞാൻ മോളെ റെഡിയാക്കി. കുറേ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ കുറേ പറഞ്ഞു, മടിയൊക്കെ ആയിരുന്നു. എന്നാലും കുറേ പറഞ്ഞ് മോളെ റെഡിയാക്കി. എല്ലാം റെഡിയാക്കുമ്പോഴാണ് മോള് പറയുന്നത്, ഇന്നലെ ടൈ ഇടാതെ പോയതുകൊണ്ട് മിസ് 5 രൂപ ഫൈൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മിസ്സിൻ്റെ അടുത്ത് പറയാം അമ്മ, 5 രൂപ ഇത് ഫൈന് വേണ്ട, ടൈ കാണാത്തതുകൊണ്ട് ഇടാതായതാണ് എന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ അവൾ എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഞാൻ റെഡിയായി മോളെ സ്കൂളിൽ കൊണ്ടാക്കണം കേട്ടോ. മോൾക്കുള്ള വണ്ടി ആയിട്ടില്ല, കിട്ടിയിട്ടില്ല. കാരണം മോള് സ്കൂൾ അടുത്തായതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മോളെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് വേണം ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ മോളെ കൊണ്ടാക്കി തിരിച്ചെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി വീടൊക്കെ ഭയങ്കര വൃത്തികേടായി കിടക്കുക കേട്ടോ. 2 ദിവസമായി കിടപ്പിലായതുകൊണ്ട് കുറേ പാത്രം കഴുകാനും എല്ലാം ഉണ്ട്. വീടൊക്കെ മക്കളുള്ള
എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഇത്രയും പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. ഞാൻ കിടപ്പിലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെയും മക്കൾക്ക് ഉഷാറുണ്ടാവും. നമ്മളാണ് കിടക്കുക. മക്കൾ വലുതായിട്ട് കിടന്നൊന്നുമില്ല. അവർക്ക് പനി ഉണ്ടെങ്കിൽ കൂടെ അവർ ടി വി കണ്ട് അവരുടെ ടോയ് വെച്ച് കളിച്ചിട്ടും ഒക്കെ സമയം കളയും. നമ്മളാണ് ക്ഷീണം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. അപ്പോൾ അവർ അവിടെയൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. മോളാണെങ്കിൽ കളർ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു അസുഖം, അപ്പോഴും ഞങ്ങൾ തനിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഏട്ടൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് വയനാട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകും കേട്ടോ. ഏട്ടൻ എന്നെ കൊണ്ടാക്കി തരും, ഞാൻ പറഞ്ഞാൽ കൊണ്ടാക്കി തരും. പക്ഷേ ഇപ്പോൾ മക്കളൊക്കെ ആയതിന് ശേഷം മക്കളുടെ സ്കൂളും കാര്യങ്ങളും നമ്മുടെ വീടും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനേ പറ്റുന്നില്ല. വല്ലപ്പോഴും പോവും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോവും, 2 ദിവസം നിൽക്കും, തിരിച്ചു വരും. അങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ അതിലും വലിയൊരു കാര്യം, എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ പെട്ടെന്നൊന്നും പോയി പെട്ടെന്ന് വരാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് പോവാത്തത്. അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരലാണ് പതിവ്. മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ വയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മ വരണമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വന്നതായിരുന്നെങ്കിൽ ഒരാശ്വാസം. അമ്മ വരുമ്പോഴാണ് ഇതൊന്ന് മര്യാദയ്ക്ക് ഇരിക്കുക. ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സൗണ്ട് കേട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയതാട്ടോ. അതാ കണ്ട, ഇവന്മാരെ പേടിച്ചിട്ടാണ് അവിടെ ഷീറ്റിട്ട് അവിടെ ഗ്രില്ലിട്ട് മറച്ചത്. എന്നിട്ടും കാര്യമില്ല, അവന്മാർ അതിൻ്റെ മേലെ കൂടെ വലിഞ്ഞു കയറിയതാണ്. ഒരു പേടിയില്ലാതെ ഇരിക്കുന്ന കണ്ടോ. എന്താ പറയുക, നമ്മളെത്ര ഓടിച്ചാലും പോവില്ല കേട്ടോ. ഇവരെ ഓടിക്കുന്നത് വലിയൊരു പണിയാണ് കേട്ടോ. ഇത് ഇവിടെയൊക്കെ വൃത്തികേടാക്കി ഇടുന്നേ, എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് പോവും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലായിടവും വൃത്തിയാക്കി, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി കേട്ടോ. വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് വേറൊരാൾ വന്ന് കണ്ടാലും മോശമല്ലേ. അപ്പോൾ ഞാൻ എല്ലാം വയ്യെങ്കിലും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. 2 ദിവസമായി വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ എല്ലായിടത്തും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.